ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കൂൺ കൃഷി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ കൂൺ കൃഷി ചെയ്യാനുള്ള വിത്തെല്ലാം നമുക്ക് നമ്മളെ അളിയൻസ് മുഖാന്തരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വൈക്കോൽ വെച്ചിട്ടാണ് നമ്മൾ കൂൺ കൃഷി ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഇതിനാവശ്യമായ ഏകദേശം വൈക്കോൽ, ഒരു കച്ച വൈക്കോലിൽ ഒരു 3/4 ഭാഗം ഞാൻ എടുത്തിട്ടുണ്ട്. ഏകദേശം അറിയില്ല. അപ്പോൾ 3/4 ഭാഗം വൈക്കോൽ ഇന്നലെ രാത്രി ഈ ചെമ്പിൽ നല്ല ശുദ്ധമായ പച്ചവെള്ളത്തിൽ കുതിർത്ത് വെച്ച് അല്ലെങ്കിൽ പൊതിർത്ത് വെച്ച്. അപ്പോൾ ഇന്ന് രാവിലെ ആ വെള്ളം മറിച്ചതിന് ശേഷം ഇന്ന് ഒരു 9 മണി, രാവിലെ ഒരു 9 മണിക്ക് വീണ്ടും നല്ല പുതിയ വെള്ളം ഒഴിച്ചിട്ട് ഏകദേശം 2 മണി 11 മണി വരെ നല്ല രീതിയിൽ തിളപ്പിച്ച് പുഴുങ്ങിയെടുത്ത് വൈക്കോലിനെ. അപ്പോൾ അതാണ് നിങ്ങൾക്ക് ഇതിൽ കാണാൻ കഴിയുന്നത്. ഇനി ഈ വൈക്കോലിനെ നമുക്ക് വെള്ളം കളഞ്ഞിട്ട് വെയിലത്തിട്ടിട്ട് ഉണക്കിയെടുക്കണം. ഇത് ചെയ്യുമ്പോൾ നല്ല വൃത്തിയും കാര്യങ്ങളും ഉണ്ടായിരിക്കണം. അപ്പോൾ വൈക്കോൽ ഉണക്കാനുള്ള ഷീറ്റ് നമുക്ക് ആദ്യം നല്ല രീതിയിൽ തുടച്ച് എടുക്കാം. അപ്പോൾ നമ്മളെ മേശ ഇതാണ്, വൈക്കോൽ ഉണക്കാനുള്ള മേശ ഇതാണ്. തുണി ഉപയോഗിച്ചിട്ട്, നനച്ച തുണി ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ തുടച്ചെടുക്കണം. നല്ല രീതിയിൽ തുടച്ചതിന് ശേഷമാണ് നമ്മൾ പുല്ല് ഇതിന് മുകളിലിട്ടിട്ട് ഉണക്കിയെടുക്കണം. അപ്പോൾ ഗായ്സ്, നല്ല രീതിയിൽ തിളപ്പിച്ചിട്ട് അണുനശീകരണം നടത്തിയ നമ്മളെ പുല്ല് ഉണ്ടാ. ഇനി ഇതിനെ നല്ല ആവി വന്നണ്ട, വെള്ളമെല്ലാം വറ്റിച്ചിട്ടുണ്ട്. ഇനി ഇത് വെയിലത്തിട്ടിട്ട് ഉണക്കിയെടുക്കണം. ഇപ്പോൾ ഗായ്സ്, വൈക്കോല് നല്ല പൊരി വെയിലത്തിട്ടിട്ട് ഉണക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉണക്കിയെടുത്ത പുല്ലാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതൊരു പ്ലാസ്റ്റിക് കവറിൽ ഇതിൽ കാണുന്ന രീതിയിൽ പുല്ല് കച്ചയാക്കിയിട്ട് കെട്ടി വെക്കണം. എന്നിട്ട് അതിലേക്കാണ് ഈ ഒരു പാക്കറ്റ് കൂണിൻ്റെ വിത്ത് നമ്മൾ സൈഡിലായിട്ട് ഇട്ട് കൊടുക്കണം. ഇതിൽ കാണുന്ന പോലെ തന്നെ ചെയ്യണം. ഒരു തെരിയേൻ്റെ മോഡൽ പുല്ലാക്കിയിട്ട് അതിൽ വേണം ഈ വിത്ത് സൈഡായിട്ട് ഇട്ട് കൊടുക്കാൻ. ഒരു നേരിയ ശതമാനം ഈർപ്പമുള്ളത് കൊണ്ട് വേറെ പ്രശ്നമൊന്നും വരില്ല കേട്ടോ. അപ്പോൾ ഇതിൽ കാണുന്ന രീതിയിൽ തന്നെ പുല്ല് ഇട്ട് കൊടുത്തുകൊണ്ട്, പുല്ലിൽ കൂൺ വിത്ത് ഇട്ട് കൊടുത്തുകൊണ്ട് ഒരു 3 ലെയറാക്കിയിട്ട് ഞാൻ ഈ പ്ലാസ്റ്റിക് കവറിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിന് ഒരു റബ്ബർ ബാൻഡ് കുടുക്കിയിട്ട് ഒരു കൂൺ ബഡ് ആയി. അങ്ങനെ ഞാൻ 4 കൂൺ ബഡാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. അത് പ്ലാസ്റ്റിക് വയർ വെച്ചിട്ട് ഇങ്ങനെ ഒരു ഇരുട്ട് റൂമിൽ വേണം ഇതിങ്ങനെ തൂക്കിയിടാൻ. ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരാഴ്ചയല്ല, ഒരു 2-3 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളെ കൂൺ കൃഷി ഇവിടെ സക്സസ് ആയിട്ടുണ്ട്. ഏകദേശം ഒരു മാസത്തിന് ശേഷമാണ് എനിക്ക് കൂണ് കിട്ടിയിട്ടുള്ളത്. നമ്മളെ ഈ കൂൺ കൃഷീൻ്റെ ബഡ് തയ്യാറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്ലാസ്റ്റിക് സഞ്ചീൻ്റെ ഇവിടെ ഇങ്ങനെ ചെറിയ രീതിയിൽ കത്തി കൊണ്ട് ഒരു കീറിട്ട് കൊടുക്കണം. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൂണില്ലേ വളർന്ന് വന്നു കഴിഞ്ഞാൽ അത് പുറത്തേക്ക് വരുന്നത് ഇതുപോലെ കീറിക്കൊടുത്ത ഭാഗത്തോട്ടാണ്. ഓക്കെ, അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി വരുന്നത്. കൂൺ കൃഷി 4 ബെഡാണ് ഉണ്ടാക്കിയിട്ടുള്ളത്.